അവിടെ നിന്ന് എയർ സക്ഷൻ ചെയ്യും. ഞാൻ MEP കോഴ്സ് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചായിരുന്നു. പക്ഷേ അവിടെ നമുക്ക് ഇതുപോലെ പ്രാക്ടിക്കലും സൈറ്റ് ട്രെയിനിങ്ങും ഒന്നും കിട്ടിയില്ല. അപ്പോൾ അതാണ് ഞാൻ FTTCയിൽ ഇപ്പോൾ വിളിച്ചത്. ഇങ്ങനെ നിരവധി കോളുകളാണ് നമുക്ക് ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ട്രെയിനിങ്ങിന് പോകുന്നതിന് മുമ്പ് പ്രീവിയസ് സൈറ്റ് ട്രെയിനിങ്ങിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. ഇപ്പോൾ കറണ്ട് ഇയറിൽ ഏതൊക്കെ പ്രൊജക്റ്റിലാണ് സൈറ്റ് ട്രെയിനിങ് കൊടുത്തത്, അതുപോലെ ലാബ് സൗകര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കോഴ്സിന് ജോയിൻ ചെയ്യുക. സക്ഷൻ ചെയ്യുന്ന എയർ ഈ ഫിൽറ്ററിൽ കൂടെ കയറി കോയിലിൽ കൂടെ എന്താ പോകുന്നത്? ചിൽഡ് വാട്ടർ. ബ്ലോവറാണ് എയറിന് ഉള്ള ഫ്ലോ റേറ്റ് കൊടുക്കുന്നത്. അതിൽ ഇപ്പുറ സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് എടുത്ത് എയറിനെ വലിച്ചെടുക്കും. അപ്പോൾ അത് ഈ ഫിൽറ്ററിൽ കൂടെ വലിച്ചെടുത്തിട്ട് ഇതിന്റെ കോയിലിൽ കൂടെ വന്നിട്ട് അപ്പുറ സൈഡിൽ ഡെക്കിലേക്ക് കൊടുക്കും. ഇതുണ്ട്, ഈ കാണുന്നതാണ് ബ്ലോവറിന്റെ ഔട്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് ഫസ്റ്റ് നമ്മൾ പ്ലീനം കൊടുക്കും. ആ പ്ലീനം വഴി നമ്മൾ പിന്നെ ബാക്കി ഡെക്കിലേക്ക് പോയിട്ട് ഏറ്റവും എൻഡാണ് ഡിഫ്യൂസർ തന്നെ. നമ്മളവിടെ സീലിംഗ് ഡിഫ്യൂസർ കണ്ടില്ലേ അവിടെയൊക്കെ. ഈ ചില്ലർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ 2 ചില്ലർ പ്ലാന്റ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കണേ. ഇവിടെ ഇപ്പോൾ ആദ്യം ചെന്ന് കഴിയുമ്പോൾ കാണുന്നത് ഒരു സിലിണ്ടർ ആണ്. അപ്പോൾ ആ സിലിണ്ടർ അപ്പുറം സൈഡിലും അതേ ലെവലിൽ തന്നെ ഒരു സിലിണ്ടർ ഉണ്ട്. ഈ ഇതും ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ആണ്. ഷെൽ ആൻഡ് ട്യൂബ് ഹീറ്റ് എക്സ്ചേഞ്ചർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഓപ്പറേറ്ററിലേക്ക് പോണ ലൈന് പ്രഷർ കൊടുക്കുന്ന പമ്പാണ് സെക്കൻഡറി പമ്പ്. നിന്ന് റിട്ടേൺ വരുന്ന ടെമ്പറേച്ചർ കൂടിയ വെള്ളത്തിന് പ്രഷർ കൊടുക്കാൻ ഉപയോഗിക്കുന്ന പമ്പാണ് പ്രൈമറി പമ്പ്.